CPM പ്രതിനിധി സംഘത്തിന്റെ കാശ്മീർ സന്ദർശനം പുരോഗമിക്കുന്നു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായ അതിർത്തി പ്രദേശങ്ങളായ ബാരാമുള്ള, ഉറി എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. പഹൽഗാമിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട കശ്മീരി സ്വദേശി ആദിൽ ഷായുടെ കുടുംബവുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തുന്നു. ആദിൽ ഷായുടെ കുടുംബം കൈരളി ന്യൂസിനോട് സംസാരിക്കുന്നു തത്സമയം. हमारे तहज़ियत में या हमारे दुख में शरीक होकर हमारे साथ ये तहज़ियत का इजहार किया, लेकिन इसका मैं बहुत बहुत आप लोगों से शुक्रिया अदा करना चाहता हूँ। आपका साथ हम सब है, आपका दुख हमारा दुख, हम सब कोशिश करेंगे कि टूरिस्ट आए। हमारा देश में केरल में आपका बेटा का बारे में बहुत सारा लिखा है, सबको जानते हैं, सबको जानते हैं। चलो, आपका बेटा का नाम तो हमारा सबका मन में है। स्वादी विളിച്ചേർത്താം. सलामत रहे, सलामत रहे, खुश रहे आप, बस अब क्या करना है, ये तो बहुत दुख की बात है। ठीक, शुक्रिया। मैं अब ये बंद कर लेंगे आप फोटोग्राफ। फोटोग्राफ अरे भाई कहाँ गया वो? इनके साथ फोटो लेना है कुछ नहीं, एक मिनट। बेबी बेबी തീവ്രവാദി ആക്രമണത്തിനിടെ വിനോദയാത്രികരെ രക്ഷപ്പെടുത്തിയ ആദിൽ ഷായുടെ കുടുംബത്തെ, അതിനിടെ കൊല്ലപ്പെട്ട ആദിൽ ഷായുടെ കുടുംബത്തെ CPIM പ്രതിനിധി സംഘം സന്ദർശിച്ചു. ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി MA ബേബി, MPമാരായ ജോൺ ബ്രിട്ടാസ്, A റഹീം, അതോടൊപ്പം തന്നെ K രാധാകൃഷ്ണൻ എന്നിവർ അടക്കമുള്ള സു വെങ്കടേശൻ അടക്കമുള്ള MPമാരുടെ സംഘമാണിപ്പോൾ ആദിൽ ഷായുടെ കുടുംബത്തെ സന്ദർശിച്ചത്. കേരളത്തിൻ്റെ ഐക്യദാർഢ്യം കുടുംബത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കശ്മീരിലെ ഈ പഹൽഗാമിലടക്കമുള്ള സ്ഥലങ്ങളിൽ, ഉറിയിലടക്കമുള്ള സന്ദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായി CPM പ്രതിനിധി സംഘം കാശ്മീരിലെത്തിയത്. സന്ദർശനത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്നാണ് ഇപ്പോൾ ആദിൽ ഷായുടെ കുടുംബത്തിന്, അതായത് വളരെ കൃത്യമായി പഹൽഗാം ആക്രമണത്തിനിടെ വിനോദയാത്രക്കാരെ തീവ്രവാദി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനിടെ കൊല്ലപ്പെട്ട ആദിൽ ഷായുടെ കുടുംബമായി ഇപ്പോൾ CPIM പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൻ്റെ പിന്തുണ, കേരളത്തിൻ്റെ ഐക്യദാർഢ്യം MPമാർ, പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, ഇന്ന് കശ്മീർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച CPIM പ്രതിനിധി സംഘം നടത്തും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ആദിൽ ഷായുടെ കുടുംബവുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയായിരുന്നു ഏറ്റവും ഹൃദയഭേദകവും ഏറ്റവും അനുഭവവേദ്യവുമായ ഒരു ദൃശ്യമെന്ന് പറയുന്നത്. വലിയ ഒരു തരത്തിലുള്ള മനുഷ്യത്വപരമായ ഒരു സമീപനം. ആ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്ന് വിനോദയാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട ആദിൽ ഷാ എല്ലാ മതങ്ങൾ തീർക്കുന്ന എല്ലാ വേലിക്കെട്ടുകൾക്കും അകലെയാണ്, അതിനും മുകളിലാണ് മനുഷ്യത്വമെന്ന് പഠിപ്പിച്ച ആദിൽ ഷാ. ആ ആദിൽ ഷായുടെ കുടുംബത്തെയാണ് ഇപ്പോൾ MPമാരുടെ സംഘം, CPMൻ്റെ പ്രതിനിധി സംഘം സന്ദർശിക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് ഇനി പ്രതിനിധി സംഘത്തിൻ്റെ ഇന്നത്തെ ദിവസത്തെ മറ്റ് സന്ദർശന പരിപാടികൾ? ഇന്ന് തന്നെയാണോ ഒമർ അബ്ദുള്ളയുമായുള്ള കൂടിക്കാഴ്ചയും? സ്വാതി, CPM പ്രതിനിധി സംഘം കശ്മീരിൽ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ നിന്ന് വിനോദയാത്രികരെ രക്ഷിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട ആദിൽ ഷായുടെ കുടുംബവുമായി CPM പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ആദിൽ ഷായുടെ വീട്ടിൽ നിന്ന് MPമാരടങ്ങുന്ന സംഘം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. കടന്നുവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, എന്താണ് ഇന്ന് CPM പ്രതിനിധി സംഘത്തിൻ്റെ ഇന്നത്തെ സന്ദർശന പരിപാടികൾ? ഒമർ അബ്ദുള്ളയുമായുള്ള കൂടിക്കാഴ്ചയും ഇന്ന് തന്നെയാണോ നടക്കുന്നത്?
സിജു, ഇന്ന് പ്രധാനമായും ഇന്ന് രാവിലെയാണ് ആദിൽ ഷായുടെ കുടുംബവുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തിയത്. ആദിൽ ഷാ പെഹൽഗാം ഭീകരാക്രമണത്തിൽ അക്രമികളിൽ നിന്നും ബാക്കിയുള്ള സാധാരണക്കാരെ രക്ഷിക്കുന്നതടക്കം നിന്നുകൊണ്ട് എല്ലാവരെയും രക്ഷിച്ച ആദിൽ ഷാ സ്വന്തം ജീവൻ വെടിഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഏകദേശം 30 വയസ്സ് മാത്രമാണ് ആദിൽ ഷായുടെ പ്രായം എന്ന് പറയുന്നത്. ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് ആദിൽ ഷായുടെ ഭാര്യയുമായും അതോടൊപ്പം അച്ഛൻ, അമ്മ എന്നിവരുമായുമാണ് പ്രതിനിധി സംഘങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദിൽ ഷായുടെ പിതാവ് പോലും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞത്, ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാലും ഒരു ആദിൽ ഷാ എന്ന ഞങ്ങളുടെ മകൻ കൊല്ലപ്പെട്ടെങ്കിലും 100ഓളം ആയിരക്കണക്കിന് ആദിൽ ഷമാർ ശരി സ്വാതി, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി അവരെ സന്ദർശിച്ച് സംസാരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പഹൽഗാമിൽ ആയിരക്കണക്കിന് ആദിൽമാർ ഇപ്പോഴും ഉണ്ട് കാശ്മീരിൽ. അതുകൊണ്ട് എൻ്റെ മകൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് ആദിൽ നഷ്ടപ്പെടുന്നില്ല. 100 കണക്കിന് ആയിരക്കണക്കിന് आदिलमार हजारों आदिल लोग है कश्मीर में ये बोला है हमसे जान देने के लिए भी तैयार हाँ वो भी ये ഇനി ആയിരക്കണക്കിന് ആദിൽമാർ അവരും അവരുടെ ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. ये कश्मीरियत का मतलब तो ये അതാണ് ഇദ്ദേഹം പറഞ്ഞ കാര്യം. ഓക്കെ, താങ്ക് യു. ഓക്കെ ശരി സ്വാതി, തുടരിപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞതുപോലെയാണ് കശ്മീരിൻ്റെ മത്തലബാണ്, അതായത് മനുഷ്യസ്നേഹമാണ്. എല്ലാ മതങ്ങൾ തീർക്കുന്ന മതിൽക്കെട്ടുകൾക്ക് മുകളിൽ മനുഷ്യസ്നേഹം ഉയർന്നു തന്നെ നിൽക്കും എന്ന് വെളിവാക്കുന്നതായിരുന്നു ആദിൽ ഷായുടെ ആ ജീവൻ രക്ഷിക്കാനുള്ള തീവ്രവാദികളിൽ നിന്ന് മനുഷ്യരെ ജീവൻ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ. ഇപ്പോൾ സു വെങ്കടേശൻ സംസാരിക്കുന്നു, അതിലേക്ക്. அவர் வீரத்தோடு எதிர்கொண்டு பற்றியதில் மிக முக்கியமான பங்கு வைத்தவர். அதன் காரணமாக அங்கே சுட்டுக் கொல்லப்பட்டார். இரத்த சாட்சியாக நிற்கிறார். இப்பொழுது என்ன சொல்கிறார் என்றால், ஒரு ஆதில் மட்டுமல்ல, பஹல்காமிலும் காஷ்மீரிலும் ஆயிரக்கணக்கான ஆதில்மார்கள் இருக்கிறார்கள். தீவிரவாதிகளை எதிர்கொள்ளுகிற எங்களது இரத்த சாட்சியாக என்னுடைய மகன் உயிரை விட்டிருக்கிறார் என்று சொல்லுகிறார். அவரையும் அவருடைய குடும்பத்தினரையும் சந்திப்பதில் மிக பெருமிதம் கொள்கின்றோம். தமிழ்நாட்டு மக்களின் சார்பாக எங்களது ஆதரவை, ஆறுதலை, உறுதியை, எங்களது இணைப்பை அவரிடம் தெரிவித்துக் கொள்கின்றோம். ഇപ്പോൾ CPM പ്രതിനിധി സംഘം കശ്മീരിൽ സന്ദർശനം തുടരുകയാണ്. തീവ്രവാദി ആക്രമണത്തിനിടെ വിനോദയാത്രികരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട ആദിൽ ഷായുടെ കുടുംബവുമായി CPM പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അവിടെ എത്തി കൂടിക്കാഴ്ച നടത്തിയത്. ജോൺ ബ്രിട്ടാസ് MP, A റഹീം MP, സു വെങ്കടേശൻ MP, K രാധാകൃഷ്ണൻ MP എന്നിവരാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. അതിൻ്റെ വിവരങ്ങളാണ് സ്വാതി സന്തോഷ് കശ്മീരിൽ പ്രതിനിധി സംഘത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വാതി സന്തോഷ് നൽകുകയും ചെയ്തത്.